യെസ്, അങ്ങനെ 2.5 മണിക്കൂർ പിന്നിടുന്നു. 2.5 മണിക്കൂർ പിന്നിടുമ്പോൾ ശരാശരി 13% 7 ജില്ലകളിലെ ശരാശരി പെർസെന്റേജ് എടുക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഭേദപ്പെട്ട പോളിംഗ് ആണ്. വരും മണിക്കൂറുകളിൽ അത് കൂടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും കാലാവസ്ഥയൊന്നും എവിടെയും പ്രശ്നങ്ങളില്ല. അതുകൊണ്ട് ആളുകൾക്ക് വന്ന് വോട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി പത്തനംതിട്ടയിലേക്കാണ്. അവിടെ നന്ദുഷ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നന്ദുഷ, ഇപ്പോൾ ഏത് ബൂത്തിലാണ് നിൽക്കുന്നത്? നമുക്ക് പിറകിൽ ഒരുപാട് ആളുകളെയൊക്കെ കാണുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ 2.5 മണിക്കൂർ പിന്നിടുമ്പോൾ പോളിംഗ് ശതമാനം എത്ര രേഖപ്പെടുത്തുന്നു? അമൃത, സുഗമമായ പോളിംഗ് ആണ് ജില്ലയിലുടനീളം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ് ഈ 2 മണിക്കൂറിനിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 8% പിന്നിട്ടിരിക്കുകയാണ് പോളിംഗ്. എല്ലാ നഗരമേഖലകളിലും അതോടൊപ്പം ഗ്രാമമേഖലകളിലും ഒക്കെ തന്നെ വോട്ടർമാരുടെ നീണ്ട നിര ഇപ്പോൾ തന്നെ രൂപപ്പെട്ട് കഴിഞ്ഞു. നേരിയ ചിലയിടങ്ങളിൽ മാത്രം, മുമ്പ് തന്നെ പറഞ്ഞതാണ്, പത്തനംതിട്ട ടൗൺ സ്ക്വയർ വാർഡ്, മലയാലപ്പുഴ, നാരങ്ങാനം പഞ്ചായത്തുകളിലെ വിവിധ പോളിംഗ് സ്റ്റേഷനുകളിൽ വോട്ടിംഗ് യന്ത്രത്തിൽ ചെറിയ യന്ത്രത്തകരാർ രൂപപ്പെട്ടെങ്കിലും അത് ഉടൻ തന്നെ പരിഹരിക്കാനായി എന്നുള്ളത് ആശ്വാസമാണ്. ഉടൻ തന്നെ ആ തിരക്കും നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും രാവിലെ തന്നെ വോട്ട് ചെയ്ത് മടങ്ങാനുള്ള ആളുകളുടെ ഒരു വ്യഗ്രത പ്രകടമാണ് ജില്ലയിലുടനീളം. അതുകൊണ്ട് തന്നെ 7 മണി മുതൽ തന്നെ വലിയ രീതിയിലുള്ള ജനങ്ങളുടെ ഒഴുക്ക് വോട്ട് രേഖപ്പെടുത്താനായി നടക്കുന്നുണ്ട്. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും അത്യാവശ്യം നല്ല തിരക്ക് തന്നെയുണ്ട്. ജില്ലയിലെ പ്രധാനപ്പെട്ട പോളിംഗ് സ്റ്റേഷനുകളായിട്ടുള്ള അടൂരിലും അതോടൊപ്പം പത്തനംതിട്ട നഗരസഭയിലും തിരുവല്ല നഗരസഭയിലും പന്തളത്തും കാര്യമായ നിലയിൽ തന്നെ പോളിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ 2 മണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ ഏതാണ്ട് 8% തന്നെ പോളിംഗ് രേഖപ്പെടാൻ